നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. ഒരിക്കൽ ഗുരുവായൂരിൽ ഞാനും തിരക്കിൽ നിൽക്കുമ്പോൾ കറുത്ത വർണ്ണം ചേർന്നൊരു ബാലൻ അടുത്തു വന്നല്ലോ. നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. കറുത്ത കൂന്തൽ തോളറ്റം വരെ നീണ്ടു കിടപ്പുണ്ടേ, ഒരു മിന്നും അളകവുമുണ്ടേ, ചുണ്ടിൽ ചെയ്യുണ്ടേ. നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. ഓടക്കുഴലും കാലിപ്പോലും കരമതിയായുണ്ടേ, ഓടി നടക്കും നേരം കാലിൽ ചേർവിൻ ചെയ്യുണ്ടേ. നന്ദ 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 ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. താമര തോൽക്കും കണ്ണിൽ കൈവിൽ ചൈതന്യവുമുണ്ടേ, അരയിൽ നിന്നും അരമണിയുണ്ട്, മഞ്ഞപ്പട്ടുണ്ടേ. നന്ദ 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 നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ 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 ഗോപാല. ഉണ്ണിയെ കാണുന്നോക്കോ കണ്ണിൽ അത്യത്ഭുതമുണ്ടേ, അവന്റെ വയറിൽ പല ഭാഗത്തും വെണ്ണക്കളയുണ്ടേ. നന്ദ 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 നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. കഴുത്തിൽ നല്ലൊരു പുലിനഖമോതി പിന്നീടുന്നുണ്ടേ, അവന്റെ ചുറ്റും പയ്യൻ കുട്ടികൾ ഒഴുകി നടപ്പുണ്ടേ. നന്ദ നന്ദന നന്ദ 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 ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. എന്നെ കണ്ടൊരു നേരം ചുണ്ടിൽ കുസൃതി ചിരിയുണ്ടേ, കണ്ണൻ അവനുടെ സുന്ദര രൂപം നൃത്തത്തിലുണ്ടേ. നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. ഒരിക്കൽ ഗുരുവായൂരിൽ ഞാനും തിരക്കിൽ നിൽക്കുമ്പോൾ കറുത്ത വർണ്ണം ചേർന്നൊരു ബാലൻ അടുത്തു വന്നല്ലോ. നന്ദ 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 നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. എന്നെ കണ്ടൊരു നേരം ചുണ്ടിൽ കുസൃതി ചിരിയുണ്ടേ, കണ്ണൻ അവനുടെ സുന്ദര രൂപം നൃത്തത്തിലുണ്ടേ. നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല നന്ദ നന്ദന നന്ദ നന്ദന നന്ദ ഗോപാല. നന്ദ ഗോപാല നന്ദ ഗോപാല നന്ദ ഗോപാല നന്ദ ഗോപാല. മുഖം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവ. ഭഗവാനിലേക്ക് എത്താൻ നാമമാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത്. ആ നാമം ഉണരുന്നതിന് പകരം കാമം ഉണർന്നാൽ അവിടെ അധപ്പതനമുണ്ടാവും. കാമത്തിൽ നിന്നാണ് ക്രോധമുണ്ടാവുന്നത്. ക്രോധവും നമ്മളെ അധപ്പതനത്തിലേക്ക് എത്തിക്കും എന്നുള്ള കഥകൾ ഭാഗവതം ഷഠസ്കന്ധത്തിലൂടെ നമുക്ക് പറഞ്ഞു. അജാമിളന്റെ കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞ കഥ പ്രാചേതസദക്ഷന്റെ കഥയാണ്. നമ്മള് ദക്ഷയാഗം കേട്ടു. ആ ദക്ഷയാഗത്തിൽ മഹാദേവനെ അപമാനിച്ചു ദക്ഷൻ. ആ പാപപരിഹാരാർത്ഥം കൂടിയാണ് അടുത്ത ജന്മത്തിൽ
പ്രചേതസ്സുകളുടെ പുത്രനായി പിറന്ന ആ ദക്ഷൻ, പ്രാചേതസ ദക്ഷൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം ഭഗവാനെ ഭജിക്കാനായിട്ട് തീർച്ചപ്പെടുത്തിയത്. വിന്ധ്യപർവ്വതത്തിൽ അഘമർഷണം എന്ന തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ഹംസഗുഹ്യം എന്ന മഹത്തായ മന്ത്രം കൊണ്ട് ഭഗവാനെ ഭജിച്ചു. അങ്ങനെ ഭഗവാനെ ഭജിച്ചപ്പോഴോ ആ പ്രാചേതസ ദക്ഷന്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ തപസ് എന്നിൽ വലിയ സന്തോഷം ഉണ്ടാക്കി. അങ്ങക്ക് മനസ്സുകൊണ്ട് പുത്ര സൃഷ്ടി അല്ലെങ്കിൽ പ്രജാസൃഷ്ടി നടത്താൻ ഞാനിതാ അനുഗ്രഹിക്കുന്നു. പഞ്ചജനപുത്രിയായ അസിക്കിനിയെ വിവാഹം ചെയ്യുക. അങ്ങക്ക് നിരവധി പുത്രന്മാരുണ്ടാവും. മാനസികമായും ശാരീരികമായും സൃഷ്ടിക്കാനുള്ള കഴിവ് ഞാൻ തരുന്നു. ഇത് ബ്രഹ്മാവിന് കിട്ടിയ വലിയ വരമാണ്. അതാണ് ഇപ്പോൾ പ്രാചേതസ ദക്ഷന് കിട്ടിയത്. അങ്ങയുടെ കാലം മുതൽ ശാരീരികമായ പ്രജാസൃഷ്ടി ലോകത്തിൽ വർദ്ധിച്ചു വരും എന്ന് പറഞ്ഞ് ഭഗവാൻ അന്തർധാനം ചെയ്തു. അങ്ങനെ അസിക്നിയെ വിവാഹം ചെയ്ത ആ പ്രാചേതസ ദക്ഷൻ തപോബലം കൊണ്ട് 10,000 പുത്രന്മാരെ ആദ്യം സൃഷ്ടിച്ചു. അവരുടെ പേര് ഹരീശ്വരന്മാർ എന്നാണ്. അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഭഗവാനെ ഭജിക്കാനായിട്ട് അവർ പോയി. അതിബുദ്ധിമാന്മാരാണ്, ഒരേ സ്വഭാവക്കാരാണ്. നാരായണ സരസിലെത്തി തപസ് ആരംഭിക്കണം. അവിടെ നാരദ മഹർഷി പ്രത്യക്ഷപ്പെട്ടു. നാരദൻ അവർക്ക് വാചകൂടം എന്ന മഹത്തായ ഒരു മന്ത്രത്തെ ഉപദേശിച്ചു. അതിൽ ചില കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. നാരദ മഹർഷി പരോക്ഷമായി പറഞ്ഞത് എന്തൊക്കെയാ? രാജ്യത്തിന്റെ അതിർത്തി മനസ്സിലാക്കണം. ഒരു പുരുഷൻ മാത്രമുള്ള രാജ്യമുണ്ട്. അകത്തേക്ക് കടന്നാൽ പുറത്തേക്ക് കടക്കാൻ കഴിയാത്തൊരു ഗുഹയുണ്ട്. പല രൂപത്തിൽ നടക്കുന്ന ഒരു വേശ്യയുണ്ട്. ആ വേശ്യയ്ക്ക് ഒരു ഭർത്താവുണ്ട്. മേൽപോട്ടും കീഴ്പോട്ടും ഒഴുകുന്ന ഒരു പുഴയുണ്ട്. 25 വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച ഒരു കൊട്ടാരമുണ്ട്. അത്ഭുതചരിതനായ ഒരു ഹംസമുണ്ട്. തന്നെത്താൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചക്രമുണ്ട്. അച്ഛൻ പറഞ്ഞതിന്റെ സാരം മനസ്സിലാക്കണം. 10 കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു കൊടുത്തത്. നാരദ മഹർഷി പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്ന് ഇവര് ബുദ്ധിപൂർവം ആലോചിച്ചു. അവർക്ക് മനസ്സിലായി അവിടെ സംസാരത്തിന്റെ വലിപ്പം, രാജ്യത്തിന്റെ അതിർത്തി മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഈ സംസാരത്തിന്റെ വലിപ്പം മനസ്സിലാക്കണം, അതിനെ മനസ്സിലാക്കണം എന്നാണ്. പിന്നെ പറഞ്ഞു, ഒരു പുരുഷൻ മാത്രമുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അദ്വിതീയ ബ്രഹ്മം, ഭഗവാൻ തന്നെ, മറ്റൊന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തേത് പറഞ്ഞാൽ അകത്തേക്ക് കടന്നാൽ പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു ഗുഹയുണ്ട് എന്ന് പറഞ്ഞത് ആ മോക്ഷം എന്നുള്ള തലത്തിലേക്ക് എത്തണമെന്നാണ്. പുനരാവർത്തി രഹിതമായിരിക്കുന്ന മോക്ഷം, അല്ലെങ്കിൽ പുനരഭിജനനം, പുനരഭിമരണം എന്നാണ്. ഒരു തിരിച്ചുവരവില്ലാത്തൊരു ഗുഹ എന്ന് പറഞ്ഞാൽ അത് മോക്ഷമാണ്, ഭഗവാനിലേക്ക് എത്തലാണ്. പിന്നെ പറഞ്ഞു, ഒരു വേശ്യാസ്ത്രീയെ കുറിച്ച് പറഞ്ഞു. അത് ബുദ്ധിയാകുന്ന വേശ്യയാണ്. ആ വേശ്യയുടെ ഭർത്താവ് എന്ന് പറഞ്ഞത് ജീവനാണ്. നമ്മൾ ഇന്നലെ പുരഞ്ജനോപാഖ്യാനത്തിൽ കേട്ടതാണ്. മേൽപോട്ടും കീഴ്പോട്ടും ഒഴുകുന്ന പുഴ എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സ്വരൂപത്തെ കുറിച്ച് പറയുകയാണ്. 25 തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തെയാണ് 25 വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച കൊട്ടാരം എന്ന് പറഞ്ഞത്. ഒരർത്ഥത്തിൽ പുരഞ്ജനോപാഖ്യാനം അവിടെ പ്രാചീന ബരിഹിസിന് പറഞ്ഞു കൊടുത്തതുപോലെ ഇവിടെ പ്രാചീന ബരിഹിസിന്റെ മക്കളായ പ്രചേതസ്സുകൾ, ആ പ്രചേതസ്സിന്റെ മകനായിരിക്കുന്ന പ്രാചേതസദക്ഷൻ, ആ പ്രാചേതസദക്ഷന്റെ പുത്രന്മാരായിരിക്കുന്ന ഹരീശ്വരന്മാർക്ക് ഈ പുരഞ്ജനോപാഖ്യാനം തന്നെയാണ് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു കൊടുത്തത് നമുക്ക് മനസ്സിലാവും. പിന്നെ പറഞ്ഞു, അത്ഭുതചരിതനായ ഹംസം എന്ന് പറയുന്നത് പരമാത്മാവാണ്. ആ ഹംസത്തിന്റെ കഥയൊക്കെ നമ്മൾ പുരഞ്ജനോപാഖ്യാനത്തിൽ കേട്ടു. പിന്നെ പറഞ്ഞു, തന്നെത്താൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചക്രം കാലചക്രം. ഒരിക്കലും ആ കാലചക്രത്തിന് ഒരു നിൽക്കലില്ല, അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാലം നമുക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, അച്ഛൻ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞത് ശാസ്ത്രമാകുന്ന പിതാവിന്റെ ഉപദേശത്തെ സ്വീകരിക്കണം. എന്താ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇനി ഭഗവാനെ ഭജിച്ചിട്ട് വീണ്ടും തിരിച്ച് അച്ഛന്റെ നിർദ്ദേശപ്രകാരം പ്രജാസൃഷ്ടി ചെയ്യാൻ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് തന്നെ പോവുകയാണോ? വിഡ്ഢിത്തല്ലേ ഇത് എന്നാണ് പരോക്ഷമായിട്ട് നാരദൻ പറഞ്ഞത്. അത് അവർക്ക് മനസ്സിലായി. അവര് ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് തീർച്ചപ്പെടുത്തി ഭഗവാനെ ഭജിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചു.
ഇത്തരത്തിൽ തൻ്റെ മക്കൾ മുഴുവൻ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം തനിക്ക് നഷ്ടപ്പെട്ടു എന്നറിഞ്ഞു ദക്ഷന് വല്ലാത്ത താപമുണ്ടായി, ദുഃഖമുണ്ടായി. പിന്നെ അദ്ദേഹം വിചാരിച്ചു, കുഴപ്പമില്ല, മനസ്സുകൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും, ഇനി 1000 പേരെ സൃഷ്ടിക്കാം എന്ന് തീർച്ചപ്പെടുത്തി ശബളാശ്വന്മാരെ സൃഷ്ടിച്ചു. അവരും തപസ്സിനായി നാരായണ തീർത്ഥത്തിലേക്ക്, നാരായണ സരസിലേക്ക് പോയി. നാരദ മഹർഷിയുടെ ഉപദേശം അവരെയും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചു. ദക്ഷന്റെ താപം കോപമായി മാറി. ഈ കോപം നാരദ മഹർഷിക്ക് നേരെ ശാപമായി മാറി. എന്താ നാരദനെ ശപിച്ചത്? സാധുവിന്റെ സജ്ജനത്തിന്റെ വേഷം കെട്ടി നടക്കുന്ന നിനക്ക് ഇനി ഒരു സ്ഥലത്തും സ്ഥിരമായി ഇരിക്കാൻ പറ്റാതെ പോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ആ ശാപത്തെ നാരദൻ വലിയ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. കാരണം എന്താ? എവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മമതയ്ക്ക് കാരണമായിട്ട് തീരും. അതുകൊണ്ടാണ് സജ്ജനങ്ങൾ എപ്പോഴും സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളായി എപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ നാരദൻ ഒരിക്കലും തിരിച്ച് പ്രതിശാപം ഉണ്ടായില്ല. കാരണം എന്താ? ദ്രോഹിച്ചാലും പകരം വീട്ടാതെ, പകരം ഒന്നും ചെയ്യാതെ ക്ഷമിക്കുക എന്നുള്ളത് സജ്ജനങ്ങളുടെ സ്വഭാവമാണ്. ഇതിനാണ് തിതിക്ഷ എന്ന് പറയുന്നത്. നമുക്ക് ശപിക്കാനുള്ള ശക്തി ഉണ്ടെങ്കിലും അത് ആവശ്യമില്ല. നമ്മുടെ ശക്തി കേവലം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ല വേണ്ടത് എന്ന് തിരിച്ചറിവുള്ള ആളാണ് നാരദൻ. ദക്ഷൻ പിന്നെ ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം നാരദനെ തോൽപ്പിക്കണം എന്ന് തീർച്ചപ്പെടുത്തി പെൺകുട്ടികളെയാണ് സൃഷ്ടിച്ചത്. 60 പെൺകുട്ടികളെ സൃഷ്ടിച്ചു. അദിതി, ദിതി, ധനു തുടങ്ങിയ പുത്രിമാരിൽ 10 പേരെ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തു. 60 പുത്രിമാരിൽ 10 പേരെ ധർമ്മദേവന്, 13 പേരെ കശ്യപ പ്രജാപതിക്ക്. കശ്യപൻ വിവാഹം ചെയ്ത പെൺകുട്ടികളിൽപ്പെട്ടതാണ് അദിതി, ദിതി, ധനു തുടങ്ങിയവരൊക്കെ. 27 പേരെ ചന്ദ്രന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ നമുക്ക് മനസ്സിലായി ഏകദേശം നക്ഷത്രങ്ങളാണ്. അങ്ങനെയാണ് താരാപതിയായി മാറുന്നത് ചന്ദ്രൻ. പിന്നെ 2 പേരെ ഭൂതൻ, അങ്കിരൻ, കൃഷാശ്വൻ എന്നിവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇങ്ങനെ ഈ 64 പേരുടെയും വിവാഹം നടന്നു. 60 പേരുടെയും. ഇതിൽ നിന്നാണ് ദേവന്മാരെ, അസുരന്മാരെ, സിദ്ധന്മാരെ, പക്ഷികള്, പാമ്പുകൾ, പാറ്റകൾ എന്ന് വേണ്ട ഈ സഹോദരിമാരിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ ഉണ്ടായത്. ഏതായാലും കുട്ടികൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കുട്ടികൾക്കുണ്ടായ കുട്ടികൾ അവരൊക്കെ തന്നെ പരസ്പരം തല്ലുകൂടുന്നവരായി കാണേണ്ടി വന്നു പ്രാചേതസ ദക്ഷൻ. ഈ കോപം അദ്ദേഹത്തിന് ഉണ്ടാക്കിയ വലിയ പ്രശ്നത്തെയോടെ സൂചിപ്പിച്ചു. ഇങ്ങനെ ഈ അതിഥിയുടെ പുത്രന്മാരായ 12 ആദിത്യന്മാരെ, 12 ആദിത്യന്മാരെ, അതിലൊരാളാണ് ത്വഷ്ടാവ്. ത്വഷ്ടാവ് വിവാഹം ചെയ്ത ആരെയാണ്? അസുരപുത്രിയായിരിക്കുന്ന രചനയാണ് വിവാഹം ചെയ്തത്. അവർക്കുണ്ടായ പുത്രനാണ് വിശ്വരൂപൻ അല്ലെങ്കിൽ ത്രിശിരസ് എന്നറിയപ്പെടുന്ന ആ മഹാൻ. അങ്ങനെ അദ്ദേഹത്തെ ഒരിക്കൽ ദേവന്മാരെ അവരുടെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചു. പരീക്ഷത്തിന് വലിയ സംശയമായി, വലിയ അത്ഭുതമായി, കൗതുകമായി. ദേവന്മാരുടെ ഗുരു എന്ന് പറഞ്ഞാൽ ദേവഗുരു ബൃഹസ്പതിയാണ്. വ്യാഴാചാര്യനാണ് ദേവന്മാരുടെ ഗുരു. അത്രയും ശാന്തനായ ഭാഗ്യത്തിന്റെ പ്രതീകമാണ് വ്യാഴം. ആ ഭാഗ്യത്തെ അവരുടെ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചിട്ട് പോലും നിർഭാഗ്യവശാൽ ദേവേന്ദ്രന്റെ അഹങ്കാരം കൊണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാമം കൊണ്ട് കത്തിജ്വലിച്ച കണ്ണുകളോടുകൂടി ഇരിക്കുന്ന ദേവേന്ദ്രൻ, അതുകൊണ്ട് തന്റെ ഗുരുനാഥനെ കാണാൻ സാധിച്ചില്ല. ദേവേന്ദ്രൻ ഗുരുനാഥനെ അപമാനിച്ചു, ഗുരുനാഥനെ ആദരിച്ചില്ല എന്ന് മാത്രമല്ല, ദേവേന്ദ്രൻ ഗുരുനാഥനെ അപമാനിക്കുകയോട് ചെയ്തപ്പോ ലോകവന്ധ്യനായ വ്യാഴാചാര്യനെ ദേവന്മാരെ ഇത്തരത്തിൽ ചെയ്തപ്പോ വ്യാഴം വിചാരിച്ചെങ്കിൽ ഇവിടെ നിൽക്കണം, ഇവിടുന്ന് ഭൂവ തീർച്ചപ്പെടുത്തി വ്യാഴം മറഞ്ഞു. വ്യാഴം മറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ജ്യോതിഷന്മാരെ കബഡിയൊക്കെ ഇങ്ങനെ ആ കബഡി നിരത്തിയിട്ട് പറയും, എന്താ വ്യാഴം കുറച്ച് മങ്ങിയാണ് നിൽക്കണം, വ്യാഴത്തിന് ഒരു മൗഢ്യമുണ്ട് എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ എന്തായി, പിന്നെ കാര്യങ്ങളൊന്നും നേരാവണ്ണം നടക്കില്ല. ഭാഗ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈശ്വര കടാക്ഷം. അതുകൊണ്ടാണ് ഭാഗ്യവന്തം പ്രസൂതമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പറയും. എനിക്ക് ഉണ്ടാകുന്ന കുട്ടി
വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ സമ്പത്തോ ആയുസ്സോ ഒക്കെ ഉള്ള ആളുകളാണെന്നൊന്നും പ്രാർത്ഥിക്കേണ്ടതാണ്. ഭാഗ്യമുള്ളവനായിട്ട് തീരുന്നത്. ഭാഗ്യവാന്മാർക്ക് തീർച്ചയായും ജീവിതത്തിൽ ഔന്നത്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം മാത്രമേ വേണ്ടൂ എന്നാണ്. നൈപുണ്യം ഒന്നും വേണ്ട, ഭഗവാന്റെ കാരുണ്യം മാത്രം മതി എന്ന് കാണിക്കുക. ഏതായാലും വ്യാഴം അവിടുന്ന് അപ്രത്യക്ഷമായതോടുകൂടി ഗുരുവില്ലാത്തത് കൊണ്ട്, ഗുരുത്വമില്ലാതെ ആയതുകൊണ്ട്, കുരുത്തമില്ലാതെ ആയതുകൊണ്ട് ദേവേന്ദ്രനെ അസുരന്മാർക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. ദേവേന്ദ്രൻ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എനിക്ക് നിൽക്കക്കള്ളിയില്ലാതെയായി ബ്രഹ്മദേവ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ദേവേന്ദ്രനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും വിഡ്ഢിത്തം കാണിക്കൂ? നോക്കൂ, ഗുരുനാഥനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അപമാനിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. ഇനിയിപ്പോ എന്താ ചെയ്യുക? മറ്റൊരു ഗുരുനാഥനെ കണ്ടെത്തുക. യാണാചാര്യനെ അന്വേഷിച്ചു എന്ന് വെച്ചു, അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഇനി എന്ത് ചെയ്യാം? പുതിയൊരാളെ കണ്ടെത്തുക. ആരാ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ കാട്ടിൽ തപോവൃത്തി അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വരൂപനെ അങ്ങ് ഗുരുനാഥനായിട്ട് സ്വീകരിച്ചു. വിശ്വരൂപൻ തൊഷ്ടാവിന്റെ മകനാണെന്നുള്ളത് കൊണ്ട് തന്നെ ദേവന്മാരിൽപ്പെട്ട തൊഷ്ടാവിന്റെ മകനായതുകൊണ്ട് ഒരർത്ഥത്തിൽ ദേവേന്ദ്രന്റെ സഹോദരപുത്രനാണ്. ദേവേന്ദ്രനും ദേവന്മാരും ചേർന്ന് അദ്ദേഹത്തിനെ ഗുരു സ്ഥാനത്തേക്ക് ക്ഷണിച്ചു. പക്ഷെ ധനത്തിലും സ്ഥാനമാനങ്ങളിലൊന്നും ആശയില്ലാതെ നിരന്തരം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വരൂപൻ ദേവന്മാരുടെ രക്ഷ അത് മാത്രം ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ദേവന്മാരുടെ ഗുരുവായിട്ടിരിക്കാം, വലിയൊരു ജോലി കിട്ടി എന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് ദേവന്മാരെ രക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ദേവന്മാരുടെ ഗുരുസ്ഥാനം സ്വീകരിച്ചു. നാരായണ കവചം എന്ന മഹത്തായ മന്ത്രം കൊണ്ട് ദേവേന്ദ്രന് നഷ്ടപ്പെട്ട സ്വർഗലോകം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോഴാണ് പരീക്ഷിത്ത് പറഞ്ഞത്, ആ നാരായണ കവചം എന്ന ദിവ്യമന്ത്രത്തെ ഉപദേശിക്കണേ എന്ന് പറഞ്ഞു. നാരായണ കവചത്തെ ഉപദേശിക്കുക എവിടെ വെച്ചാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും എന്ത് തരത്തിലുള്ള ദോഷങ്ങൾ വന്നാലും ശത്രുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഈ കവചം വളരെ വിശേഷമാണ്. കവചം എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ്. നമ്മള് ചില ആളുകളൊക്കെ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ കവചം അണിയും അല്ലെ, ബുള്ളറ്റ് പ്രൂഫ്. ഇതേപോലെ ഏത് തരത്തിലുള്ള ജീവിത ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ ഈ നാരായണ കവചം വളരെ വിശേഷമായിട്ടുള്ളതാണ്. അതിനെ നിരന്തരം അഭ്യസിക്കുക. ഇത് വളരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ചുരുങ്ങിയത് കാലത്തും വൈകുന്നേരങ്ങളിൽ ജപിക്കുക. ആ നാരായണ കവചം നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരും എന്ന് കാണിക്കുന്നു. അങ്ങനെ നാരായണ കവചത്തെ ഉപദേശിച്ചു. നാരായണ കവചം കൊണ്ട് നാഗലോകം തിരിച്ചു കിട്ടിയ ദേവേന്ദ്രൻ അവിടെ ഈ വിശ്വരൂപൻ യജ്ഞം നടത്തുകയാണ്, യാഗം നടത്തുന്നു. അദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ട് എന്ന് പറഞ്ഞു, നമ്മൾ തൃശിരസ് എന്നാണ്. 3 തല. എന്തിനാ? അമൃതപാനത്തിന്, മദ്യപാനത്തിന്, ഭക്ഷണം കഴിക്കാൻ. ഇവിടെ ഇദ്ദേഹം യാഗം ചെയ്യുന്നു. അവിടുന്ന് ആ ആജ്യമെടുത്ത് നെയ്യെടുത്ത് അഗ്നിയിലേക്ക് ഹോമിക്കുന്നു. പക്ഷേ മാതൃ സ്നേഹം അല്ലെങ്കിൽ മാതൃഭാവത്തിനോടുള്ള ഒരു താല്പര്യം കാരണം അമ്മ അസുരപുത്രിയായതുകൊണ്ട് വിശ്വരൂപൻ ദേവന്മാർക്ക് വേണ്ടി അഗ്നിയിലേക്ക് നെയ്യ് ഹോമിക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് അസുരന്മാർക്ക് വേണ്ടിയും ഹോമിക്കാൻ തുടങ്ങി. ഇത് ദേവേന്ദ്രൻ കണ്ടുപിടിച്ചു. ദേവേന്ദ്രന് മനസ്സിലായി എന്തോ ഗുരുനാഥൻ പതുക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് അന്വേഷിക്കണം എന്ന് വിചാരിച്ച് അടുത്ത് ചെന്നിങ്ങനെ നിന്നു. വളരെ ഭക്തിയോടുകൂടി അടുത്തിങ്ങനെ നിൽക്കുകയാണ്. ഇതൊന്നും അറിയാതെ കണ്ണടച്ചുകൊണ്ട് വിശ്വരൂപൻ യാഗത്തില് അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യ് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദേവന്മാർക്ക് സുഖം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് പറഞ്ഞു മാതൃസ്നേഹവശാനുക എന്ന് പറഞ്ഞു, അസുരന്മാർക്ക് സുഖം ഉണ്ടാവണം. ദേവേന്ദ്രനെ സഹിച്ചില്ല, കോപം വന്നു. അവിടെ ഉടനെ തന്നെ വാള് വലിച്ചു ഊരി ആ വിശ്വരൂപന്റെ കഴുത്ത് മുറിച്ചു കളഞ്ഞു. ഒരൊറ്റ കഴുത്ത് മുറിച്ചപ്പോൾ 3 തലയും 3 പക്ഷികളായി മുകളിലേക്ക് ഉയർന്നു പോയി. അങ്ങനെ കളവിന്ദ പക്ഷി, അതേപോലെ തിത്തിരി പക്ഷി, കപിഞ്ചര പക്ഷി, ഇങ്ങനെ 3 പക്ഷികളായിട്ട് ഉയർന്നു പോവുകയാണ്. ഇപ്പൊ എന്തായി? വലിയ ബ്രഹ്മഹത്യാപാപം ദേവേന്ദ്രനെ പിടികൂടി. ഗുരുനാഥനെയാണ് കൊന്നത്. ഗുരുവിനെ അപമാനിക്കുകയാണ് ആദ്യം ചെയ്തത്. ഇപ്പൊ ഗുരുവിനെ അവസാനിപ്പിച്ചു. ആദ്യത്തെ ആളെ അപമാനിച്ചു,
ഇപ്പൊ അവസാനിച്ചു. ഗുരുവിനെ കൊന്നു, ഏറ്റവും വലിയ പാപമാണെന്നാണ്. ഈ പാപത്തെ ദേവേന്ദ്രൻ 1 വർഷക്കാലം സ്വീകരിച്ചു. അതിനുശേഷം അതിനെ 4ആയി വിഭജിച്ച് ഭൂമി, അതേപോലെ തന്നെ ജലം, വൃക്ഷങ്ങൾ, സ്ത്രീകൾ, ഇങ്ങനെ 4ആയിട്ട് വിഭജിച്ചു. അതിനെ ആ ബ്രഹ്മഹത്യാഭാവത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ സന്ദർഭത്തിലാണ് ത്വഷ്ടാവ് തൻ്റെ മകനെ കൊന്ന ദേവേന്ദ്രനെ കൊല്ലാൻ, ഒരർത്ഥത്തിൽ തന്റെ സഹോദരൻ തന്നെയാണ് ദേവേന്ദ്രൻ, പക്ഷേ തന്റെ മകനെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തില്ലേ. അതുകൊണ്ട് ദേവേന്ദ്രനെ കൊല്ലാൻ ഇന്ദ്രശത്രോ വിവർദ്ധസ്വാമാചിരം ജഹി വിദ്യുഷം, ദേവേന്ദ്രനെ കൊല്ലാൻ വേണ്ടി ഒരു യജ്ഞം നടത്തി. അതിൽ നിന്നൊരു സ്വരൂപം പുറത്തേക്ക് വന്നു. തപ്തതാമ്രശിഖാശ്മശ്രും മധ്യാഹ്നോഗ്രലോചനം. ആ ഉച്ച സമയത്ത് സൂര്യനെ പോലെയുള്ള കണ്ണുകളൊക്കെയാണ് അത്രേ. അതിഭയങ്കരമായ സ്വരൂപം. ദേദീപ്യമാനേ തൃഷിഖേ ശൂല ആരോപ്യരോദസി നൃത്യന്തം ഉന്നതന്തം ചാണയന്തം പദാമഹിം ദരീ ഗംഭീരമത്രേണ പിബദാച നഭസ്ഥലം ലിഹതാ ജിഹ്വയക്ഷാണി ഗ്രസത ഭുവനത്രയം. അതിഭയങ്കരമായ ആ സ്വരൂപം. ദേവേന്ദ്രനെ കൊന്നിട്ട് വരാനാണ് പറഞ്ഞയച്ചത്. ആ പുത്രൻ അവിടുന്ന് ആ അട്ടഹസിച്ചും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു അസുരപ്പടയോടുകൂടി. ദേവന്മാര് വൃത്രാസുരനെ കണ്ടതോടുകൂടി തന്നെ പേടിച്ച് ഓടാൻ തുടങ്ങി. അവർക്ക് നിക്കക്കള്ളിയല്ലാതെയായി. വേഗം ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. പ്രത്യഞ്ചമാതി പുരുഷമുപതസ്ഥു സമാഹിത. ഇവിടെ ബ്രഹ്മാവിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. വൃത്രാസുരനിൽ നിന്ന് ജയം വേണം, സ്വർഗം തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ആ ഭഗവാനെ, ശംഖചക്ര ഗദാധരനായിരിക്കുന്ന പാലാഴിയുടെ നാഥനായിരിക്കുന്ന സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയെ നമുക്ക് വേണ്ട പോലെ സ്തുതിക്കാം. അങ്ങനെ ദേവന്മാർ ചെന്ന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഓം നമസ്തേസ്തു ഭഗവൻ നാരായണ വാസുദേവ ആദിപുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ പരമകാരുണിക കേവല ജഗദാധാര ലോകൈകനാഥ സർവേശ്വര ലക്ഷ്മീനാഥ. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ? പേടിച്ചിട്ട്. ഇങ്ങനെയാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖം വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ ഇതൊക്കെ വിളിക്കും. അല്ലെങ്കിലോ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീഴുമ്പോഴേ ഭഗവാനെ ഓർക്കുള്ളൂ. നമ്മളൊക്കെ സൗഭാഗ്യത്തിൽ ഇരിക്കുമ്പോൾ ഭഗവാനെ ഓർക്കില്ല. ദേവേന്ദ്രൻ തന്റെ ആ ദേവലോകത്തിരുന്ന് ഭഗവാനെ വിളിച്ചതായിട്ട് കേട്ടിട്ടില്ല. ദേവലോകത്ത് നിന്ന് ഇറക്കി വിട്ടപ്പോ, ഐശ്വര്യം നഷ്ടപ്പെട്ടപ്പോ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം ബ്രഹ്മത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന സാക്ഷാൽ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചു. ഹംസായ ദഹ്രനിലയായ നിരീക്ഷകായ കൃഷ്ണായ മൃഷ്ടയശസേ നിരുപക്രമായ സൽസംഗ്രഹായ ഭവപാന്ധനിജാശ്രമാപ്താ വന്ദേ പരീഷ്ടഗതയേ ഹരേ നമസ്തേ. അവിടെ ആ ത്രിദശന്മാരെ അനുഗ്രഹിക്കാൻ ദേവന്മാരെ ത്രിദശന്മാർ എന്ന് വിളിക്കും. കാരണം എന്താ? അവര് 3 ദശയിലുള്ള ആളുകളാണ്. ബാല്യം, കൗമാരം, യൗവനം. അവർക്ക് വാർദ്ധക്യമില്ല. അതുകൊണ്ടാണ് ത്രിദശന്മാർ അവർക്ക് പേര്. അങ്ങനെയുള്ള ആ ത്രിദശന്മാരെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താ പറഞ്ഞത്? ദധ്യങ്ങാധർവണസ്ത്വഷ്ട്രേവർമാഭേദ്യം മദാത്മകം വിശ്വരൂപായൽ പ്രാതാൽത്വഷ്ടായൽ ത്വമധാസ്തതായുഷ്മഭ്യം വ്യാജിതോശ്വിഭ്യാം ധർമ്മജ്ഞോഗാനി ദാസ്യതി തതസ്തൈരായുധശ്രേഷ്ഠോ വിശ്വകർമ്മ വിനിർമ്മിത യേന വൃത്രശിരോഹർത്താമത്തേജ ഉപബൃംഹിത. എന്ത് ചെയ്യണമെന്നറിയോ? ഈ വൃത്രാസുരനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ നാരായണ കവചം കൊണ്ട് ബലപ്പെടുത്തിയ ശരീരം ഉള്ള ഒരാളുണ്ട്. ദധിജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ദധിജി മഹർഷിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മുതുകല്ലി യാചിക്കാം. ദേവേന്ദ്രന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഏത് കുഴപ്പമില്ല. ഭഗവാൻ അറിയാം ദേവേന്ദ്രന് കുഴപ്പമുണ്ടാവില്ല. കാരണം സ്വകാര്യ കുശലാസുരാഹ, ദേവന്മാരങ്ങനെയുള്ള ആളുകൾ അവരവരുടെ കാര്യമാണ്. ഒരാൾ മരിച്ചിട്ടാണെങ്കിലും അവനവന് ജീവിക്കണം, അവനവന് സുഖമായിട്ട് ജീവിക്കണം.
ദധീജിയുടെ അടുത്ത് പോയിട്ട് മുതുകല്ല് വേണമെന്ന് പറഞ്ഞാൽ നട്ടെല്ലില്ലാത്ത ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ദേവേന്ദ്രനെ പോലുള്ള ആളുകൾക്ക് പറ്റും. കാരണം നാണമില്ല, നമ്മൾ അങ്ങനെയാണ് പറയാ, അവന് നട്ടെല്ലില്ല എന്ന് പറയും. ദധീജിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുക, ആ മുതുകല്ല് കൊണ്ട് ഒരായുധം വിശ്വകർമാവിന്റെ കയ്യിൽ കൊടുത്തുണ്ടാക്കുക, അതിലൂടെ മത്തേജ ഉപബ്രംഹിത, എന്റെ തേജസ് കൂടി ചേരുമ്പോ വൃത്രാസുരനെ ദേവേന്ദ്ര അങ്ങേക്ക് കൊല്ലാനായിട്ട് സാധിക്കും. ഇത് കേട്ടു ഭഗവാൻ അവിടുന്ന് തത്രൈവാന്തർദധേഹരി പശ്യതാമനിനെ അനിമേഷാണം. കണ്ണുകൾ അടയ്ക്കാത്ത ആളുകളാണ് ദേവന്മാരെ, അതുകൊണ്ടാണ് അനിമേഷന്മാർ എന്ന് ദേവന്മാർക്ക് പേര്. അവരൊക്കെ നോക്കി നിൽക്കെ ഭഗവാൻ അവിടുന്ന് അന്തർധാനിച്ചു. അവിടെ ചെന്നു, ദധീജി മഹർഷിയുടെ അടുത്ത് ചെന്നു. ദധീജി ചോദിച്ചു, എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങള് അങ്ങയുടെ അടുത്ത് ഒരു ആഗ്രഹം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോ കാര്യം മനസ്സിലാക്കിയ ദധീജി പറഞ്ഞു, എല്ലാവർക്കും അവരവരുടെ ശരീരത്തിനോട് സ്നേഹം ഉണ്ടാവും. ഉടനെ തന്നെ ദേവേന്ദ്രൻ പറഞ്ഞു, പരോപകാരാർത്ഥമിതം ശരീരം, അങ്ങനെയല്ലേ എന്നാണ്. കണ്ടില്ലേ, അവനവന്റെ കാര്യത്തിന് വേണ്ടി എന്തിനേയും അവർ പ്രമാണാക്കിയിട്ടുണ്ട്. ചില ആളുകൾ അങ്ങനെയാണ്, ചിലപ്പോൾ ഈശ്വര വിശ്വാസം ഉണ്ടാവില്ല, പക്ഷേ പറയുമ്പോൾ അവര് ഭഗവത്ഗീത അവര് ഉദാഹരണമായിട്ട് എടുക്കും, ഭാഗവതം അവർ ഉദാഹരണമായിട്ട് എടുക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ഇതേപോലെ ദേവേന്ദ്രൻ പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങൊന്ന് മരിച്ചു തരണേ എന്നാണ്. ഇതാണ് പറഞ്ഞത്. ദധീജി പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ തരാം. കാരണം എൻ്റെ ഈ ശരീരം ഒന്നുകിൽ അഗ്നിക്ക് സമർപ്പിക്കേണ്ടി വരും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ തിന്ന് അതിൻ്റെ വിസർജ്യമായിട്ട് മാറും, അല്ലെങ്കിൽ എൻ്റെ ഈ ശരീരം ആ അഴുകി അത് പുഴുക്കളായിട്ട് മാറും. അങ്ങനെ നശിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവണമെങ്കിൽ നല്ലതല്ലേ. ആധുനിക ലോകത്ത് ഈ അവയവദാനം വളരെ വിശേഷമായിട്ട് പറയാറുണ്ട്. ചില ആളുകൾ കണ്ണു കൊടുക്കും, ചില ആളുകൾ മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യും, ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുക, കുട്ടികളൊക്കെ പഠിക്കാൻ അങ്ങനെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറഞ്ഞു, ശരി, എൻ്റെ ശരീരം കൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ശരീരത്തെ അവിടെ ഉപേക്ഷിച്ചു. ദേവേന്ദ്രൻ ആ ശരീരത്തിൽ നിന്ന് നട്ടെല്ലെടുത്ത് വിശ്വകർമാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വിശ്വകർമാവ് അതുകൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കി, വജ്രായുധം. തദ്ദൃഷ്ട്വാ വജ്രധരം ശക്രം രോചമാനം സ്വയാശ്രിയ. തന്റെ അഭൂതപൂർവമായ ഐശ്വര്യം കൊണ്ട് ഐരാവതത്തിന്റെ മുകളിൽ വജ്രവും ധരിച്ചുകൊണ്ട്, വജ്രായുധം ധരിച്ചുകൊണ്ടിരിക്കുന്ന ശക്രനെ കണ്ടു വൃത്രൻ. അതിഗംഭീരമായുള്ള യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ അസുരപ്പട തോറ്റോടാൻ തുടങ്ങിയപ്പോ ദേവേന്ദ്രനോട് ഈ വൃത്രാസുരൻ പറഞ്ഞു, ദേവേന്ദ്ര, ഇങ്ങനെ ഓടിപ്പോകുന്നവരുടെ, പിന്തിരിഞ്ഞോടുന്നവരുടെ പിന്നാലെ ഓടലല്ല ശരി. ആദ്യം അസുരന്മാരോട് പറഞ്ഞു, യുദ്ധത്തിൽ ജയപരാജയങ്ങൾ ഈശ്വര സങ്കല്പമാണ്, നിങ്ങൾ ഓടരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി, അവർ നിൽക്കണില്ല. അത് കഴിഞ്ഞ് നേരെ പറഞ്ഞു, വൃത്രാസുരൻ ദേവേന്ദ്രനോട് പറഞ്ഞു, ദേവേന്ദ്രന്റെ മുന്നോടിയായിട്ട് അസുരന്മാരോട് പറഞ്ഞെന്താ, ജാതസ്യ മൃത്യുർധ്രുവ ഏഷ സർവത. വലിയൊരു സത്യത്തെയാണ് വൃത്രാസുരൻ പറയുന്നത്. ജനിച്ചവന് മരണം നിശ്ചയമാണ് എന്നുള്ളതാണ്. അതിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു നോക്കി അവർ നിൽക്കണില്ല. ദേവേന്ദ്രന്റെ അടുത്ത് പറഞ്ഞു, എങ്കിൽ നീയും നമുക്ക് തമ്മിൽ യുദ്ധം ചെയ്യാം. ഈ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് അറിയണില്ല. വൃത്രം പറയുകയാണ്, അധോഹരേ തേ കുലിശേന വീര ഹർത്താ പ്രമധ്യൈവ ശിരോ യദീഹ തത്രാനൃണോ ഭൂതബലിം വിധായ മനസ്വിനാം പാദരജ പ്രപൽസ്യേ. അധോ ഹരേ, ഹരേ എന്ന് വിളിച്ചത് ദേവേന്ദ്രനെയാണ്. ഹരി ശബ്ദത്തിന് അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. വിഷ്ണു എന്ന അർത്ഥമുണ്ട്, നരഹരി അല്ലേ, അവിടെ സിംഹം എന്നാണ് അർത്ഥം. പിന്നെ ഹരി എന്ന ശബ്ദത്തിന് കുരങ്ങൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ വൃത്രാസുരൻ ഇന്ദ്രനെ ഉദ്ദേശിച്ചാണ് ഹരേ എന്ന് വിളിച്ചതെങ്കിലും ഉള്ളിനുള്ളിൽ ആ നാമം ഉയർന്നപ്പോൾ, നാമത്തിന്റെ മഹിമ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സ്കന്ധത്തിൽ മുഴുവൻ. അവിടെ ദേവേന്ദ്രനെ ഹരേ എന്ന് വിളിച്ചപ്പോഴേക്കും
ദേവേന്ദ്രനും പൂജിക്കുന്ന സാക്ഷാൽ ആ ഹരിയെ, ആ ശ്രീഹരിയെ കുറിച്ചുള്ള ഓർമ്മ വന്നു വൃത്രാസുരൻ. അതോടുകൂടി ആയുധങ്ങളൊക്കെ താഴെ വെച്ചു വൃത്രാസുരൻ. കണ്ണുകൾ ആനന്ദ ബാഷ്പം കൊണ്ട് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തൊണ്ടയിടറി അഹം സമാധായ മനോയഥാ സംഘർഷണത്തച്ചരണാരവിന്ദേ ത്വദ്ഭദ്രരംഭോരുളിതഗ്രാമ്യപാശോ ഗതിം മുനേര്യാമ്യപവിദ്ധലോക പുംസാം കിലൈകാന്തധിയാം സ്വകാനാം യാ സമ്പദോ ദിവി ഭൂമൗ രസായാം നരാതി യദ്വേഷ ഉദ്വേഗ ആധിർമദ കലിർ വ്യസനം സംപ്രയാസ. ഇവിടെ ദേവേന്ദ്രനോട് പറയാണ്, ദേവേന്ദ്ര, ഈ യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ ചതുരംഗ കളിയിലെ വെറും കരുക്കൾ മാത്രമാണ്. കളിക്കുന്നത് ആരാ? കളിക്കുന്നത് ഈശ്വരൻ. അപ്പൊ വെളുത്ത കരു ജയിക്കണോ കറുത്ത കരു ജയിക്കണോ എന്ന് തീരുമാനിക്കുന്നത് കളിക്കുന്ന ആളാണ്. ഇതേപോലെ ദേവേന്ദ്ര വൃത്രം ജയിക്കണോ ശക്രം ജയിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് മാത്രമേ വിജയം സാധിക്കുള്ളൂ. ഇനി മറ്റൊരർത്ഥത്തിൽ ഭഗവാന്റെ പ്രസാദമായിരിക്കാം ഒരുപക്ഷെ പരാജയത്തിനും കാരണമാവുന്നത്. ഏതാണ് എന്ന് ഭഗവാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ എന്നും ആ ഭഗവാന്റെ പാദങ്ങളിൽ ഭക്തിയുള്ളവനായി ജീവിക്കാൻ, ആ പാദദാസനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ എന്ന രീതിയിൽ അവിടുത്തെ ഭൃത്യന്മാരുടെയും ഭൃത്യനായി ദാസാനുദാസോ പാദൈകമൂല ദാസാനുദാസോ ഭവിതാസ്മി ഭൂയ എന്നും ഭഗവാന്റെ കഥകൾ പാടാനും ഭഗവാന്റെ നാമം ജപിക്കാനും എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദേവേന്ദ്രൻ ആഗ്രഹിക്കുന്നത് പോലെ നാഗപൃഷ്ഠം, ദേവലോകം എനിക്ക് വേണ്ട, നാഗപൃഷ്ഠം പാരമേഷ്ഠ്യം, ബ്രഹ്മാവിന്റെ പദവി, പാരമേഷ്ഠ്യ പദവി അതും എനിക്ക് വേണ്ട. സാർവഭൗമം, സാർവഭൗമത്വം വേണ്ട. രസാധിപത്യം, രസാധരത്തിന്റെ ആധിപത്യം, പാതാളങ്ങളുടെ ആധിപത്യം അത് വേണ്ട. യോഗസിദ്ധിരപുനർഭവം വാ, യോഗസിദ്ധികൾ വേണ്ട എന്ന് മാത്രമല്ല പരമമായ മോക്ഷം പോലും എനിക്ക് ആഗ്രഹമില്ല. ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് ഒരു നിമിത്തമായി ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് എത്താനാണ് മോഹിക്കുന്നത്. അജാതപക്ഷ ഇവ മാതരം ഖഗ സ്തന്യം യഥാ വത്സതരാക്ഷുധാർത്ത പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണാ മനോരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വം. ഇവിടെ വൃത്രാസുരൻ ചില ഉദാഹരണങ്ങൾ പറയുന്നു. ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ ആ തള്ളപ്പക്ഷിയുടെ തണല് തേടി അതിന്റെ ചിറകിനടിയിലേക്ക് ഒളിക്കാൻ മോഹിക്കുന്നത് പോലെ കയറിൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പശുക്കുട്ടി തന്റെ അമ്മയുടെ അകടിലെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ പാല് കുടിക്കാൻ മോഹിക്കുന്നത് പോലെ എവിടെയോ പോയ തന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ഒരു ഭാര്യയെ പോലെ മനോരവിന്ദാക്ഷ ഞാൻ അവിടുത്തെ കാണാനായിട്ട് ആഗ്രഹിക്കണോ ഭഗവാനെ. പക്ഷേ ഈ ലോകത്ത് പലതരത്തിലുള്ള ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന എനിക്ക് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ മായ കൊണ്ട് ഇവിടെ ഭാര്യയിലും മക്കളിലും ഗൃഹത്തിലും ധനത്തിലും ഒക്കെ പെട്ടുകിടക്കുന്ന എനിക്ക് അത് പൊട്ടിച്ചു വരാനുള്ള കഴിവ് ഇല്ല ഭഗവാനെ. അവിടുന്ന് തന്നെ അടിയനെ കൊണ്ടുപോകണേ എന്ന് നിറ കണ്ണുകളോടെ മുറിഞ്ഞ വാക്കുകളോടെ ഗദ്ഗതത്തോടുകൂടി ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ച് തൊഴുകൈകളോടുകൂടി വൃത്രാസുരൻ പറയണ കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി എന്നാണ്. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, സത്യത്തിൽ ഇത്രയും ഒരു ഭക്തി, കാരണം യഥാ ദാരുമയീ ദാരി യഥാ യന്ത്രമയോ മൃഗ ഏവം ഭൂതാനി ഭഗവൻ ഈശതന്ത്രാണി വിദ്ധിഭോ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്.
പാവകളിക്കാരന്റെ കയ്യിലെ പാവകൾ പോലെയാണ് നമ്മുടെ അവസ്ഥ. ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് ഭഗവാനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വൃത്രാസുരന്റെ ആത്മതത്വ പ്രദർശനം കണ്ടപ്പോ ദേവേന്ദ്രനും ആയുധത്തെ താഴെ വെച്ചു. ദേവേന്ദ്രനും തൊഴുതു വൃത്രാസുരനെ. അഹോദാനവ സിദ്ധോസി യസ്യതേ മതിരീദൃശി ഭക്ത സർവാത്മനാത്മാനം സുഹൃദം ജഗദീശ്വരം ഭവാനദാർഷിന്മായാം വൈ വൈഷ്ണവിം ജനമോഹിനിം യദ്വിഹായ അസുരം ഭാവം മഹാപുരുഷതാം ഗത. മഹാപുരുഷന്മാരുടെ മഹാഭക്തന്മാരുടെ ഭാഗവതോത്തന്മാരുടെ തലത്തിലേക്ക് അങ്ങ് എത്തിയിരിക്കണം. അങ്ങ് രജോഗുണവും തമോ ഗുണവും നിറഞ്ഞ ഒരു അസുരനല്ല. ഇപ്പോൾ അങ്ങ് സത്വഗുണത്തിനും അപ്പുറത്തുള്ള നിർഗുണമായ ഭാവത്തിലേക്ക് നിഷ്കാമമായ ഭക്തിയിലേക്ക് എത്തിച്ചേർന്ന ഒരു യോഗീശ്വരൻ തന്നെയാണ്. ഇത് ഇത്തരത്തിലുള്ളൊരു തലം ആർക്കും കാണാനായിട്ട് സാധിക്കില്ല. ആ ജഗദീശ്വരനിൽ ഇത്രയും ഭക്തി ഉണ്ടാകില്ലേ? അത്ഭുതം അത്ഭുതം എന്ന് പറയുന്നു. വീണ്ടും യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധത്തിൽ രണ്ട് കൈകളും ചിച്ഛേദ യുഗവൽ ദേവോ വജ്രേണ ശതപർവണ സതു വൃത്രസ്യ പരിഖം കരം ച കരഭോപമം. ആ കൈകൾ മുറിച്ചു. വൃത്രാസുരൻ ദേവേന്ദ്രനെ തൻ്റെ ആ ശക്തി കൊണ്ട് തൻ്റെ വായിലേക്ക് ഇങ്ങോട്ട് വലിച്ചെടുത്തു. ഐരാവതത്തോടുകൂടി അകത്തുപോയ ദേവേന്ദ്രൻ കുക്ഷി തുറന്ന് ഭിത്വാ വജ്രേണ തൽകുക്ഷിം വയറ് തുറന്ന് നിഷ്ക്രമ്യവരഭിദ്വിഭും പുറത്തേക്ക് വന്നു. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ദേവേന്ദ്രന് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ഏതായാലും ആ വജ്രായുധം വീണ്ടും അങ്ങോട്ട് പ്രയോഗിച്ചു. വൃത്രാസുരന്റെ കഴുത്ത് മുറിച്ച് വജ്രായുധം ആ ദേവേന്ദ്രന്റെ കൈകളിൽ തന്നെ വന്നു ചേർന്നു. അതിൽ നിന്നും പുത്രനിൽ നിന്നും ഒരു ജ്യോതിസ് എല്ലാവരും നോക്കി നിൽക്കെ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേർന്നു. പുത്രസ്യ ദേഹാനിഷ്ക്രാന്തം ആത്മജ്യോതിരനിന്ദമ പശ്യത സർവലോകാനാം അലോകം സമപശ്യത്. അങ്ങനെ പുത്രനിൽ നിന്നൊരു ജ്യോതിസ് തേജസ് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തി. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ ദേവേന്ദ്രന് മാത്രം വല്ലാത്ത ദുഃഖം. കാരണം എന്താ? വീണ്ടും ബ്രഹ്മഹത്യാപാപം വന്നിരിക്കുന്നു. ഗുരുനാഥനെ നിഗ്രഹിച്ചു, അതുകൊണ്ടുള്ള പാപം ഉണ്ടായി. ഇപ്പതാ ഗുരുവിന്റെ സഹോദരനെ നിഗ്രഹിച്ചു. ഒരർത്ഥത്തിൽ ഇദ്ദേഹവും തനിക്ക് ജ്ഞാനോപദേശം ചെയ്ത ഗുരു തന്നെയാണ്. യുദ്ധഭൂമിയിൽ വെച്ച് ആത്മതത്വത്തെ പ്രകാശിപ്പിച്ച ആളാണ് വൃത്രാസുരൻ. ആ വൃത്രാസുരനെ തനിക്ക് കൊല്ലേണ്ടി വന്നു. അത് തൻ്റെ നിമിത്തമാണ്, തൻ്റെ പ്രാരബ്ധമാണ്. ഇപ്പതാ ബ്രഹ്മഹത്യാപാപം തന്നെ പിടികൂടാനായിട്ട് വരുന്നു. വേഗം മാനസ സരസിൽ ആ സാക്ഷാൽ ലക്ഷ്മീ ദേവി ഇരിക്കുന്ന താമരയുടെ തണ്ടിൽ അനുരൂപനായിട്ട് പോയിരുന്നു ദേവേന്ദ്രൻ കുറെ കാലം. ഈ സമയത്താണ് ഭൂമിയിൽ നിന്ന് ഒരാളെ ദേവേന്ദ്രനായി തെരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയി. നഹുഷൻ എന്ന ആ രാജാവ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. രഘുഗണന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിച്ചത്. രഘുഗണൻ അവിടെ ഭരതനെ തന്റെ പല്ലക്കെടുക്കാൻ ഏൽപ്പിച്ചതുപോലെ കാമാതുരനായി മാറിയ ഈ അഭിനവ ഇന്ദ്രൻ നഹുഷൻ ഇന്ദ്രാണിയെ തന്റെ ഭാര്യയാക്കാനുള്ള മോഹം കൊണ്ട് സപ്തർഷികളെ തന്റെ പല്ലക്കെടുക്കാൻ നിയോഗിച്ചു. അവർ പല്ലക്കെടുത്തു. പക്ഷേ കാമാതുരനായ, കാമം കൊണ്ട് കണ്ണു കാണാതായ ആ നഹുഷന് സപ്തർഷികളുടെ വേഗത പോരാൻ തോന്നി. രഘുഗണനും അങ്ങനെയാണ് ഉണ്ടായത്. വേഗത പോരാ എന്ന് തോന്നുകയാണ് ഉണ്ടായത്. ഇവിടെ ആ വേഗത പോരാ എന്ന് തോന്നിയപ്പോ മുമ്പിൽ നടന്നിരുന്ന ഉയരം കുറഞ്ഞ അഗസ്ത്യനെ സർപ്പ സർപ്പ വേഗം വേഗം എന്ന് പറഞ്ഞ് ചവിട്ടി. അതോടുകൂടി ആ അഗസ്ത്യൻ തിരിഞ്ഞു പറഞ്ഞു, സർപ്പ സർപ്പ വേഗം സർപ്പമായിട്ട് തീരട്ടെ. അങ്ങനെ ഒരു പാമ്പായി നിലംപതിച്ചു, പെരുമ്പാമ്പായി അധപ്പതിച്ചു ഈ നഹുഷൻ എന്നാണ്. പിന്നീട് പാണ്ഡവന്മാരുടെ ആ വനവാസകാലത്താണ് നഹുഷന് മോക്ഷം കിട്ടിയത് എന്നൊക്കെ മഹാഭാരതത്തിൽ പറയും. ഇത് നമുക്ക് കാണിച്ചു തരികയാണ് അഹങ്കാരം
മനുഷ്യന്റെ അധപ്പതനത്തിന് കാരണമായിട്ട് തീരുന്നു. സ്വർഗലോകത്തിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടായില്ല. അവിടെ ആ നഹുഷന് അധപ്പതനം ഉണ്ടായി. മഹർഷിമാര് ദേവേന്ദ്രനെ ഇവിടെ ഹയമേധം നടത്തി, വേണ്ട രീതിയിൽ അശ്വമേധങ്ങൾ ഒക്കെ നടത്തി ശുദ്ധമാക്കി ദേവേന്ദ്രനെ. അങ്ങനെ ദേവേന്ദ്രൻ ശുചിയായ ഇടം ശുചീന്ദ്രം എന്ന് അറിയപ്പെടുന്നു. ഇതം മഹാധ്യാനം അശേഷപാത്മനാം പ്രക്ഷാളനം തീർത്ഥപദാനുകീർത്തനം ഭക്തിക്ഷയം ഭക്തജനാനുവർണ്ണനം മഹേന്ദ്രമോക്ഷം വിജയം മരുത്വത പഠേയുരാഖ്യാനമിദം സദാബുധ ശൃണ്വന്ത്യധോ പർവണി പർവണീന്ദ്രിയം ധന്യം യശസ്യം നിഖിലാഘമോചനം വിഭുഞ്ജയം സ്വസ്ത്യയനം തഥായുഷം. ഈ ഭാഗം കേട്ട് കഴിഞ്ഞാൽ ധനമുണ്ടാവും, യശസ്സുണ്ടാവും, പാപങ്ങളൊക്കെ തീരും, ശത്രുജയം നേടാൻ സാധിക്കും, മംഗളകരമായിരിക്കുന്ന ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും, ആയുസ്സുണ്ടാവും എന്നൊക്കെ ഫലശ്രുതി പറഞ്ഞുകൊണ്ടാണ് ആ രംഗം അവിടെ ഉപസംഹരിക്കുന്നത്. ഇന്ദ്രവിജയം എന്ന ഷഷ്ഠസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായം. ഇത് കേട്ടപ്പോൾ പരീക്ഷത്തിന് വലിയ അത്ഭുതമായി. കാരണം അനുകൂലമായ സാഹചര്യങ്ങളിൽ ഈശ്വരഭജനം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് ആയുധങ്ങൾ തൻ്റെ ജീവനെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും ഭക്തി ഉണ്ടാവുന്നത്? എങ്ങനെയാണ് ഒരാളുടെ മനസ്സ് ഇത്രയും അചഞ്ചലമായി നിൽക്കുന്നത്? എങ്ങനെയാണ് ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത്? എങ്ങനെയാണ് ആ വാക്കുകൾ ഇടറിയത്? എങ്ങനെയാണ് ഇത്രയും വലിയ നിഷ്കാമമായ ഭക്തി ഈ വൃത്രാസുരനുണ്ടായത് എന്ന് ചോദിക്കുകയാണ്. നാരായണേ ഭഗവതി കഥമാസീൽ ദൃഢാമതി. പാപയോനിയിൽ പിറന്നിരിക്കുന്ന വൃത്രനുണ്ടായത് സാധാരണ രീതിയിൽ ഭക്തി മുകുന്ദചരണെ, മുകുന്ദന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ദേവന്മാർക്ക് പോലും പലപ്പോഴും ഉണ്ടാവണില്ല, സത്വഗുണ പ്രധാനികളായിട്ടുള്ള. എന്നാൽ രജോ ഗുണവും തമോ ഗുണവും നിറഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഭക്തി ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോഴാണ് വൃത്രാസുരന്റെ പൂർവവൃത്താന്തം, ഇതിന് മുമ്പുണ്ടായ ജന്മം എന്തായിരുന്നു എന്ന് പറയുന്ന ചിത്രകേതുവിന്റെ കഥ അവിടെ പറയാനായിട്ട് ആരംഭിക്കുന്നത്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുത നിന്നുടെ കഥകളെ ഉച്ചത്തിൽ പാടിയിടേണം, ആനന്ദമുത്തേ നിൻ രൂപമോ എന്നെന്നും ആത്മാവിൽ നിറയണമേ. ഇക്ഷിതി തന്നീരോ ജീവനു എന്നെന്നും രക്ഷ നീ മാത്രമല്ലോ. ഈരേഴുലകിന്നു നാഥനാം ദേവനെ സൂര്യസമനാം ഹരേ. ഉത്തമമാകും നിനാമങ്ങൾ ഭക്തിയാൽ ചൊല്ലിടുമ്പോ ഊതുന്ന വംശികയായ എന്നെ നീയെന്നും മധുരത്തിൽ ചേർക്കണമേ. ഋഷിവൃന്ദം പൂജിച്ചിടുന്നത നിത്യമ പരമാർത്ഥ ചൈതന്യമേ. എന്നൂടെ കണ്ഠത്തിൽ സുന്ദര സുന്ദര സംഗീതം ചേർത്തിടണേ. ഏഴാങ്കൻ തോൽക്കുന്ന നിൻമുഖമെന്നെന്നും കാണേണം ഞാൻ നിത്യവും. ഐശ്വര്യ സമ്പുഷ്ടമാക്കുക ദേവനേ ഈശ്വരായൻ ജീവിതം. ഒരുപാടു കാലമായി ഞാൻ തവ പദരേണു നിത്യവും തേടിയിടുന്നു. ഓടിയണയുക ദേവാദി ഓമന കണ്ണന ശ്രീഹരിയേ. ഔത്സുക്യമേറുന്നു
ചെയ്തിടുവാൻ അംബുജലോചന നീയെന്നുമെന്നൂടെ സമ്പാദ്യമല്ലോ ഹരേ. അവിടുത്തെ അവദാനവിധമനുദീനം അടിയങ്ങൾ പാടിയിടുന്നു. അകതാരിൽ ഭക്തി വളർത്തുക ഈശ്വര അനുപമകീർത്തേ ഹരേ. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ശ്രീ 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 ഹരേ. നാരായണ ശ്രീ ഹരേ നാരായണ ശ്രീ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സപ്തമസ്കന്ധത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ 7 അധ്യായങ്ങൾ നമ്മളിതാ പാരായണം ചെയ്തു. ഏഴകളുടെ തോഴനായ ഏകാക്ഷരീപതിയായ ഭഗവാന്റെ അത്ഭുതകരമായ അവതാരം നരസിംഹാവതാരം. ഇതിലേക്ക് നമ്മളിതാ എത്തി നിൽക്കുകയാണ്. ഇവിടെ വൃത്രാസുരന്റെ അത്യപൂർവമായിരിക്കുന്ന അഭൂതപൂർവമായിരിക്കുന്ന ഭക്തിഭാവം കണ്ടപ്പോ പരീക്ഷിച്ച് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനൊരു ഭക്തി ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോ അതിന് കാരണമായിരിക്കുന്ന ഈ വൃത്രാസുരന്റെ പൂർവചരിത്രത്തെ അവിടെ പറഞ്ഞു. ഇതാണ് ചിത്രകേതു പാഖ്യാനം. നിരവധി ഭാര്യമാരുള്ള ചിത്രകേതു എന്ന ഒരു രാജാവ്, ശൂരസേന രാജാവ്. സഹസ്രാണാം സഹസ്രാണാം ദശ എന്നൊക്കെയാണ്. അപ്പോ 1 കോടി പത്നിമാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നിരവധി പത്നിമാരുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം കോടിപതിയായി ഭാര്യമാർക്ക് പുത്രഭാഗ്യം നൽകാൻ സാധിക്കാതെ വന്നപ്പോ അദ്ദേഹം വന്ധ്യാവതിയുമായി. കുട്ടികളില്ലാത്തതിന്റെ വിഷമം അദ്ദേഹം വല്ലാതെ അനുഭവിക്കുന്നു. ഈ സന്ദർഭത്തിലാണ് അങ്കിരസ് മഹർഷിയെ കാണുന്നതും. അങ്കിരസ് മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഹർഷശോകപ്രദത്തുഭ്യം എന്ന് പറഞ്ഞിട്ടാണ് പുത്രഭാഗ്യം അനുവദിച്ചു കൊടുത്തത്. സന്തോഷവും സങ്കടവും ഉണ്ടാകുന്ന ഒരു പുത്രൻ ഉണ്ടാവുന്നു. ലോകത്തിന് ഇത് കാണിച്ചു തരികയാണ് ഭാഗവതം. സന്തോഷം മാത്രം അല്ലെങ്കിൽ ദുഃഖം മാത്രം അങ്ങനെ ഉണ്ടാവില്ല. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. കുട്ടികളില്ലാത്തതാണ് ഇപ്പൊ ദുഃഖമെങ്കിൽ ഇനി കുട്ടികൾ ഉണ്ടാകുന്നതാണ് ദുഃഖത്തിന് കാരണമാകും എന്ന് പറയാതെ പറഞ്ഞ് രാജാവിനെ അനുഗ്രഹിച്ച് യജ്ഞം നടത്തി. യജ്ഞത്തിന്റെ ഭാഗമായി പ്രസാദം കൊടുത്തു. ആ പ്രസാദം, ആ നൈവേദ്യം 1 കോടി പത്നിമാരുള്ളത് കൊണ്ട് ഒരാൾക്കേ കൊടുക്കാൻ സാധിച്ചുള്ളൂ. ജ്യേഷ്ഠയും ശ്രേഷ്ഠയുമായ കൃതദ്യുതിക്ക് കൊടുത്തു. കൃതദ്യുതി ഗർഭം ധരിച്ചു. ശുക്ലപക്ഷ ഓടുക, ശുക്ലപക്ഷത്തിലെ ചന്ദ്രൻ എന്നതുപോലെ ഗർഭം വളർന്നു വളർന്നു വന്നു. അധകാല ഉപാവൃത്തെ കുമാരസമജായത. സമയമായപ്പോ ഒരു പുത്രന് ജന്മം കൊടുത്തു. എല്ലായിടത്തും ആനന്ദവും ആഘോഷവും ആർപ്പുവിളികളും ആ രാജ്യം മുഴുവൻ നടന്നു. എല്ലാവർക്കും ആനന്ദം. എന്നാൽ ആ നന്ദനെ ചൊല്ലിയുണ്ടായ ആനന്ദം അത് അധികകാലം നീണ്ടു നിന്നില്ല എന്നാണ്. കാരണം എന്താ? ആ രാജാവിനോടുള്ള അമർഷം കൃതദ്യുതി ഒഴിച്ചുള്ള മറ്റ് പത്നിമാരിൽ വളരെ പ്രകടമായിട്ട് കാണാൻ തുടങ്ങി. കാരണം എന്താ? അവർക്ക് ഇപ്പൊ രാജാവിനെ കാണാൻ സാധിക്കില്ല. രാജാവ് എപ്പോഴും കൃതദ്യുതിയുടെ കൊട്ടാരത്തിലാണ്. ആ കുഞ്ഞിനെ ലാളിക്കലാണ് ഇപ്പൊ പ്രധാനമായിട്ടുള്ള താല്പര്യം. ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത കൃതദ്യുതിയോട് ഇപ്പൊ വല്ലാത്ത സ്നേഹം. നമ്മളോട് സ്നേഹമില്ല. നമ്മളോട് സ്നേഹം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മളും കൃതദ്യുതിയും തമ്മിലുള്ള അന്തരമില്ലാതെയാവണം. കൃതദ്യുതിക്ക് ഒരു കുഞ്ഞുണ്ട്, നമുക്ക് കുഞ്ഞില്ല. നമുക്ക് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുമില്ല. എങ്കിൽ നമ്മളെ പോലെ ആവണം കൃതദ്യുതി, അല്ലെങ്കിൽ കൃതദ്യുതിയെ പോലെ നമ്മളാവണം. കൃതദ്യുതിയെ പോലെ നമുക്കാവാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മളെ പോലെ കൃതദ്യുതിയാക്കാൻ കുമാരന് ഗരംദതുകുമാരായ ആ കുഞ്ഞിന് ഇവര് വിഷം കൊടുത്ത് ആ കുഞ്ഞിനെ കൊന്നു. ആലോചിച്ചു നോക്കൂ,
ഇത്രയും സന്തോഷമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ സുപ്ത ഏവേദി ഉറങ്ങുകയാണെന്നാണ് രാജ്ഞി വിചാരിച്ചത്. ചെന്ന് നോക്കുമ്പോൾ കുട്ടി മരിച്ചു കിടക്കണം. വായിരുന്ന ഒരേം വരതൊക്കെ വന്ന് മരിച്ചു കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് ചിത്രകേതുവും അതേപോലെ തന്നെ ഭാര്യയും കൃതജ്ഞതയും വീണ് കരയാൻ തുടങ്ങി. മരിച്ചതുപോലെ തന്നെയായി അവരും എന്ന അവസ്ഥയിലേക്ക് പല രീതിയിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കി. എന്തിന്? അങ്കിരസ് നാരദ മഹർഷിയോടുകൂടി വന്ന് ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ഫലം ഉണ്ടായില്ല. കരയാണ് അവര്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നാരദൻ ചോദിച്ചു, അങ്ങക്ക് ആ ജീവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സമാധാനാവൂ? എങ്കിൽ സമാധാനാവെന്ന് പറയുന്നു. നാരദ മഹർഷി തന്റെ തപശക്തി കൊണ്ട് ആ ജീവനെ തിരിച്ചു വിളിക്കുന്നു. ജീവാത്മൻ പശ്യ, നോക്കൂ ജീവാത്മാവെ, അങ്ങയുടെ അച്ഛനും അമ്മയും കരയണത് കണ്ടില്ലേ? അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഈ സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ജീവൻ തിരിച്ചു വന്നു, മൃതദേഹത്തിലേക്ക് കയറി. പക്ഷേ ആ ജീവന്റെ വാക്കുകൾ രാജാവിനും രാജ്ഞിക്കും വലിയ അത്ഭുതമായി മാറി. കാരണം ആ ജീവൻ പറയാണ്, ഇവർ ഏത് കാലത്താണ് എൻ്റെ അച്ഛനും അമ്മയും? എനിക്കത് അറിയുന്നില്ല. ഇവർ എൻ്റെ അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു സമയത്ത് എൻ്റെ ശത്രുക്കളായിട്ടുണ്ടാവാം. അവനവൻ്റെ പ്രാരബ്ധമനുസരിച്ച് ദേവനായും മനുഷ്യനായും പക്ഷിമൃഗാദികളായും ജനിക്കേണ്ടി വരുന്ന ജീവന് ആ പ്രാരബ്ധം അനുഭവിക്കുക മാത്രമാണ് ദേഹത്തിലുള്ള കർമ്മം. അല്ലാതെ മറ്റുള്ളതൊക്കെ വെറും ആ മിഥ്യാധാരണകളാണ്. ലോകനാടകവേദിയിൽ സംവിധായകനായിരിക്കുന്ന ഭഗവാൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് തിരശ്ശീല ഉയരുമ്പോൾ അത് ജനനമാണെങ്കിൽ തിരശ്ശീല താഴുന്നതാണ് മരണം. അതിനിടയിൽ പല വേഷങ്ങളും കെട്ടുന്നു. ആ വേഷം കെട്ട തിരശ്ശീല താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ ആരുമായിട്ടും ബന്ധമില്ല. ഭാര്യയായും ഭർത്താവായും അച്ഛനായും മകനായും സഹോദരനായും സഹോദരിയായും മിത്രമായും ശത്രുവായും രാജാവായും പ്രജയായും എന്ന് വേണ്ട പല വേഷങ്ങളും കെട്ടി ആടേണ്ടി വരും. പക്ഷേ ഇതൊന്നും അയാളുടെ സ്വത്വത്തിലേക്കുള്ള ആ ചൂണ്ടുവലകയല്ല എന്ന് മനസ്സിലാക്കൂ. അയാൾ അതൊന്നുമല്ല. അയാൾ നിത്യനായ ആത്മാവാണ്. ഭക്ഷണത്തിൽ ചെല്ലുന്ന വഴിപോക്കൻ ഭക്ഷണം കഴിഞ്ഞാൽ ഊട്ടുപുരയിൽ നിന്ന് തിരിച്ചു പോകുന്നത് പോലെ പ്രപഞ്ചമാകുന്ന ഊട്ടുപുരയിൽ അവനവന്റെ പ്രാരബ്ധം അനുഭവിച്ചു കഴിഞ്ഞാൽ ആർക്കും ആരെയും കാത്തു നിൽക്കാൻ സാധിക്കില്ല. സമയമായാൽ പോകണം. അതുകൊണ്ട് പറയാറുണ്ട് അകാല മരണം എന്നൊന്നില്ല എന്നാണ്. കാരണം അകാലത്തിൽ മരിക്കലില്ല. കാലമെത്തിയാൽ മരിക്കും, കാലമെത്തിയില്ലെങ്കിൽ മരിക്കില്ല. അവനവന്റെ പ്രാരബ്ധം അനുഭവിച്ചിട്ട് തന്നെ പോകാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ ഈ പരമാർത്ഥം അറിയാതെ ഇവർ ദുഃഖിക്കുന്നത് വെറുതെയാണ്. എൻ്റെ ഈ ദേഹത്തിലിരുന്ന് അനുഭവിക്കേണ്ടതായിട്ടുള്ള കർമ്മം കഴിഞ്ഞു, ഇനി മറ്റൊരു ദേഹം എടുക്കാൻ പോവുകയാണ്, എന്നെ തിരിച്ചു വിളിക്കേണ്ട, ഞാനിതാ പോവുകയാണെന്ന് പറഞ്ഞ് ജീവൻ അതിന്ന് വിട്ടുപോയി. ഇത് വലിയൊരു അനുഭവമായിരുന്നു ചിത്രകേതുവിനും കൃതജ്ഞതയ്ക്കും. അങ്ങനെ ആ പരമാർത്ഥ തത്വം തൻ്റെ പുത്രന്റെ മുഖത്ത് നിന്ന് നേരിട്ട് കേട്ടപ്പോ രാജാവിന് സ്നേഹപാശം ഒഴിഞ്ഞു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യകർമാണി എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കുന്തിദേവി പറയുന്നില്ലേ, സ്നേഹപാശമിമം സിദ്ധി ദൃഢം പാണ്ഡുഷു കൃഷ്ണുഷു എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് പോലെ ആ സ്നേഹപാശം അത് മുറിഞ്ഞുപോയി. തീവ്രമായ വൈരാഗ്യമുണ്ടായി. രാജകുമാരന് വേണ്ട സംസ്കാരാദി കർമ്മങ്ങൾ യഥോചിതം ചെയ്തു. ബാലഹത്യാപാപം തീരാൻ ആ പത്നിമാരും പലതരത്തിലുള്ള പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തു. ആ സരസിൽ നിന്ന് വലിയ ചളിക്കുണ്ടിൽ വീണ് കിടന്ന ഒരു ആനയെ കൈപിടിച്ചു കയറ്റുന്നത് പോലെ ചിത്രകേതു മഹാരാജാവിനെ നാരദനും അങ്കിരസും കൈപിടിച്ചു കയറ്റി രാജാവിനെ കാളിന്തിയിൽ സ്നാനം ചെയ്യിപ്പിച്ചു. നാരദ മഹർഷി അദ്ദേഹത്തിന് മന്ത്രോപദേശം ചെയ്തു. സാക്ഷാൽ സംഘർഷണമൂർത്തിയെ 7 ദിവസത്തെ മന്ത്രോപാസന കൊണ്ട് പ്രത്യക്ഷപ്പെടുത്താൻ ചിത്രകേതുവിന് സാധിച്ചു എന്നാണ്. സംഘർഷണമൂർത്തിയെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ സ്തുതി കേട്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഇതൊക്കെ നടന്നത്. ഇപ്പൊ ലോകത്തിൽ കാണുന്ന എല്ലാം എൻ്റെ രൂപങ്ങൾ തന്നെയാണ്. എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് തന്നിലും ഉള്ളത് എന്ന് മനസ്സിലാക്കൂ. സ്വപ്നത്തിൽ കണ്ട സുഖങ്ങളും ദുഃഖങ്ങളും ആത്മഭാവം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് അത്രയേ ഉള്ളൂ, സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ളൂ. ഈ ആത്മഭാവമാണ് ജന്മസാഫല്യം. ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയ ഭക്തി അത് നിങ്ങൾക്ക് എന്നും ഉണ്ടാവട്ടെ.
അങ്ങ് വിദ്യാധരന്മാരുടെ ചക്രവർത്തിയാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് സംഘർഷനെ അവിടുന്ന് അന്തർധാനം ചെയ്തു. വിഷ്ണുദത്തേന ഭഗവാൻ തന്നെ നൽകിയ വിശേഷമായിട്ടുള്ള വിമാനത്തിലിരുന്ന് വിദ്യാധര ചക്രവർത്തിയായിരിക്കുന്ന ചിത്രകേതു ഭഗവാന്റെ പാട്ടുകൾ പാടിക്കൊണ്ട് വിദ്യാധരി സമേതനായി ഗന്ധർവന്മാരോടൊക്കെ കൂടി പാട്ടുപാടി അങ്ങനെ സഞ്ചരിക്കുന്നു. അപ്പോഴാണ് കൈലാസത്തിന്റെ അടുത്ത് എത്തിയത്. ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ, പാർവതീ പരമേശ്വരന്മാരെ ഒന്ന് കണ്ടു വന്ദിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇറങ്ങി. എന്നാൽ ചിത്രകേതു അവിടെ അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു. അല്ലെങ്കിൽ ചിത്രകേതുവിന്റെ ഉള്ളിൽ ചിരിപൊട്ടി എന്ന് പറയുന്നതാണ് നല്ലത്. ഉറക്കെ ചിരിച്ചും കൊണ്ടാണ് ചിത്രകേതു പറഞ്ഞത്. ചിത്രകേതു എന്ന് പറഞ്ഞു, ഇവിടെ ജടാധരസ്തീവ്രതപ ഏഷ ലോകഗുരു, ലോകത്തിന്റെ മുഴുവൻ ഗുരുനാഥനായിരിക്കുന്ന ജടാധാരിയായിരിക്കുന്ന തപസ്വിയായിരിക്കുന്ന സഭയിൽ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരാള് ഗദഹ്രീ പ്രാകൃതോ യഥ, ഒരു പ്രാകൃതൻ എന്നതുപോലെ അംഗീകൃത്യ സ്ത്രീയം, ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക. ആരെങ്കിലും ഇങ്ങനെ പതിവുണ്ടോ? ഇത് വലിയ മോശമല്ലേ? പ്രാകൃതോ യഥ എന്ന് പറഞ്ഞ അപ്പം തന്നെ ചിത്രകേതു തിരുത്തി, പ്രാകൃതന്മാർ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ്. സ്ത്രീകളുമായി സംഗമം പാടില്ല എന്ന് പറയുന്ന ആള് മടിയിലും മുടിയിലും ഓരോ സ്ത്രീകളെ വെച്ചിട്ടാണ് ഇരിപ്പ്. ഒരാൾ ഗൗരി, മുകളിൽ ഗംഗ. എന്നിട്ട് ഇതൊന്നും പാടില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേടാണെന്ന് പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. ഈ ചിരിയൊക്കെ കണ്ടിട്ട് ഭഗവാനൊന്നും മിണ്ടിയില്ല. തൂഷ്ണീം ബഭൂവ, ഭഗവാൻ മിണ്ടാണ്ടിരുന്നപ്പോ സദസി സഭ്യാശ്ചതനുവ്രത, സദസ്സിലുള്ള ആള് ഒന്നും ചിരിച്ചില്ല. ഒരു ചിരിച്ചുമില്ല, ദേഷ്യപ്പെട്ടുമില്ല. എന്നാൽ ഒരാൾക്ക് ദേഷ്യം വന്നു. ആർക്കാ? ദേവിക്ക്, പാർവതിക്ക്. പാർവതി പറഞ്ഞു, അതപ്പാപീയസിംയോനിമാസുരിം യാഹി ദുർമതേ യഥേഹ ഭൂയോ മഹതാം നകർത്താ പുത്രകിൽബിഷം. നീ നായമർഹതി വൈകുണ്ഠ പാദമൂലോപസർപ്പണം, വൈകുണ്ഠ പാദമൂലങ്ങളെ പാട്ടുപാടി നടക്കാനുള്ള അർഹത നിനക്കില്ല. അതുകൊണ്ട് നീ ഒരു അസുരനായിട്ട് പിറക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ശാപത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു ഈ ചിത്രകേതു. ചിത്രകേതു പറഞ്ഞു, ഇല്ലാത്ത പ്രപഞ്ചത്തിൽ അമ്മേ എന്താണ് ശാപം, എന്താണ് അനുഗ്രഹം? എന്റെ പ്രാരബ്ധമനുസരിച്ച് എനിക്ക് അസുരനായിട്ട് പിറക്കണമെന്ന് ഭഗവാന്റെ സങ്കല്പമുണ്ട്. അതിന് അമ്മ നിമിത്തമായി അമ്മ ശപിച്ചു, അത്രയേ ഉള്ളൂ. അമ്മയോട് എനിക്ക് അശേഷം ദേഷ്യമില്ല. അമ്മയുടെ അടുത്ത് ഞാൻ ശാപമോക്ഷത്തിന് പ്രാർത്ഥിക്കുന്നില്ല. അതേസമയം ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വേദനിച്ചുവെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. ശാപമോക്ഷം എനിക്ക് വേണ്ട. ഞാൻ അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ട് അധ പ്രസാദേന ത്വാം ശാപമോക്ഷായ ഭാമിനി എൻ മന്യസേ അസാധുത്വം മമതൽ ക്ഷമ്യതാം സതി എന്ന് പറഞ്ഞ് കാക്കൽ വീണ് നമസ്കരിച്ച് അവിടുന്ന് യാത്രയായി. മഹാദേവ് പറഞ്ഞു, ഇതാണ് ഭഗവാന്റെ ഭക്തന്മാരുടെ പ്രത്യേകത. സ്വർഗാപവർഗ നരകേശ്വരി തുല്യാർത്ഥദർശിന. സ്വർഗമാവട്ടെ, മോക്ഷമാവട്ടെ, നരകമാവട്ടെ, അവരെല്ലാത്തിനെയും ഒരുപോലെ കാണുന്ന ആളുകളാണ് എന്ന് മഹാദേവൻ പറയുന്നു. ഇവിടെ ശിശുബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, അങ്ങനെ ആ പാർവതീദേവിയുടെ ശാപം കൊണ്ട് ചിത്രകേതു വൃത്ര ഇത്യഭിവിഖ്യാതോ ജ്ഞാനവിജ്ഞാന സംയുത, ജ്ഞാനവിജ്ഞാനങ്ങളോടുകൂടി വൃത്രൻ എന്ന പേരിൽ ആ തുഷ്ടുർദക്ഷിണാഗ്നൗ ദാനവീയോനിമാശ്രിത, അസുരയോനിയിൽ ത്വഷ്ടാവിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് ജനിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ വൃത്രാസുരൻ എന്തുകൊണ്ടാണ് ഇത്രയും ശ്രേഷ്ഠത എന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ കഥ പറഞ്ഞു വരുമ്പോഴാണ് പറഞ്ഞത്, ദിതിയുടെ മക്കള് 41 പേര് ആദിത്യന്മാരെ പോലെ, ദേവന്മാരെ പോലെ ആയി മാറി. അതിഥിയുടെ മക്കളാണ് ദേവന്മാരെ, പക്ഷേ ഇവിടെ ദിതിയുടെ മക്കൾ ദേവന്മാരായി 41 പേര്. അവരെ മരുത്തുക്കൾ എന്നാണ് വിളിക്കുന്നത്. ഇത് കേട്ടപ്പോ രാജാവ് ചോദിച്ചു, എന്താണ് അങ്ങനെ? ആ കഥയൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞപ്പോ ആ കഥ പറഞ്ഞു, തൻ്റെ മക്കളെ മുഴുവൻ വിഷ്ണുവിന്റെ സഹായത്തോടു കൂടി ഹതപുത്രാദിതിശക്രവാഷ്ടിഗ്രാഹേണ വിഷ്ണുന മഞ്ഞുന ശോകദീപ്തേന ജ്വലന്തി പറ്റിയിട്ടുണ്ടായി. ദേഷ്യവും അതേപോലെ സങ്കടവും ഒക്കെ വന്നിട്ട് ഞാൻ ആലോചിച്ചു, എങ്ങനെ ഈ ദേവേന്ദ്രനെ കൊല്ലാൻ സാധിക്കും? ദേവേന്ദ്രനെ കൊല്ലണമെങ്കിൽ തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് വരം ലഭിക്കണം. അതിനെന്ത് വേണം? ഭർത്താവിനെ സന്തോഷിപ്പിക്കുക.
അങ്ങനെ ഭർത്താവിനെ ശുശ്രൂഷിച്ചു. ഭർത്താവിന് വലിയ സന്തോഷമായി. കശ്യപൻ ഒരു ദിവസം ചോദിച്ചു, വരം വരയവാമോരു, ഹേ സുന്ദരി, നിനക്ക് എന്താണ് വരം വേണ്ടത്? നിന്റെ പരിചരണം എനിക്ക് വലിയ സന്തോഷമായി, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ദിതി പറഞ്ഞു, വരദോ യതിമേ ബ്രഹ്മൻ, അങ്ങ് വരം തരാൻ തയ്യാറാണെങ്കിൽ പുത്രം ഇന്ദ്രഹണം വൃണേ, ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിനൊരു പുത്രനുണ്ടാവും. കശ്യപനാകെ വട്ടത്തിലായിപ്പോയി. കാരണം വരം കൊടുക്കാന്ന് പറഞ്ഞു. ഇനി വരം കൊടുത്താൽ എന്താവും? തൻ്റെ മറ്റൊരു മകൻ കൊല്ലപ്പെടും. അതിഥിയിൽ തനിക്കുണ്ടായ പുത്രൻ, ആ ദേവേന്ദ്രന് മരണം ഉണ്ടാവും. ദേവേന്ദ്രന് മരണം സംഭവിക്കാൻ പാടില്ല. എന്നാൽ താൻ വാക്ക് പറഞ്ഞത് തെറ്റാനും പാടില്ല. എങ്കിൽ ദിതിയോട് പറഞ്ഞു, ദിതിയോട് പറയുകയാണ്, ഈ ലോകത്ത് ശരത് പത്മോത്സവം വക്തം വചശ്ച ശ്രവണാമൃതം ഹൃദയം ക്ഷുരധാരാഭം സ്ത്രീണാം കോവേദ ചേഷ്ടിതം. അപ്പോഴത്തെ ദേഷ്യത്തില് കശ്യപൻ പറയുകയാണ്, ഈ സ്ത്രീകളുടെ മുഖം ശരൽക്കാലത്തെ നല്ല താമരപ്പൂ പോലെ, വിടർന്ന താമരപ്പൂ പോലെയാണ്. അതേപോലെ വാക്കുകളോ കർണാമൃതം, കർമ്മരസായനം, ഇത് രസ കേൾക്കാൻ. പക്ഷേ ഹൃദയം ക്ഷുരധാരാഭം, ഹൃദയം എങ്ങനെയാണ്? ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്. ഇത് വാളിന്റെ ഉറയിലിട്ട് വെച്ചേക്കുന്നത് പോലെ ഉള്ളിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് ആവശ്യത്തിന് ഇങ്ങോട്ട് എടുത്തു. ഇപ്പൊ എന്തായി? തന്റെ മകനെ കൊല്ലാനുള്ള ഇവരുടെ സ്വഭാവമാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യാം? കശ്യപൻ ആലോചിച്ചു. കശ്യപൻ പറഞ്ഞു, 1 വർഷം നീണ്ടു നിൽക്കുന്ന പുംസവനം അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനെ കൊല്ലാൻ ഒരു പുത്രനുണ്ടാവും. എന്തെങ്കിലും അതിന് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ആ ഉണ്ണി ഇന്ദ്രന്റെ പക്ഷത്തിലേക്ക് പോകും. സമ്മതാണോ എന്ന് ചോദിച്ചു. ധാരയിഷ്യേ വ്രതം, ഞാൻ വ്രതം ധരിച്ചോളാം, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഭൂതജാലങ്ങളെ ദ്രോഹിക്കരുത്, നുണ പറയരുത്, നഖരോമങ്ങൾ മുറിക്കരുത്, അമംഗള വസ്തുക്കൾ തുടരുത്, കുളിക്കാതെ കഴിക്കരുത്, ദുർജനങ്ങളുമായി സംഭാഷണം പാടില്ല, മുഷിഞ്ഞം കൊണ്ട് ചുറ്റരുത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സന്ധ്യയ്ക്ക് ഉറങ്ങരുത്, മുടിയഴിച്ചിട്ട് നടക്കരുത്. ഏതായാലും ദിതോത് ഒക്കെ സംബന്ധിച്ച് വളരെ താല്പര്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി വ്രതം ആരംഭിച്ചു. കശ്യപൻ ദേവേന്ദ്രനെ വിളിച്ച് പറഞ്ഞു, ഉണ്ണി, അച്ഛനൊരു അബദ്ധം പറ്റി, ഇനി ഉണ്ണി അവിടെ ചെന്ന് വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ദേവേന്ദ്രൻ ഒരു ചെറിയ കുഞ്ഞിന്റെ രൂപത്തിൽ അവിടെ ചെന്നു. ഈ ദിതിയെ സഹായിക്കാനെന്നതുപോലെ അവിടെ നിന്നു. എപ്പോഴെങ്കിലും ദിതിക്ക് വ്രതഭംഗം വരുന്നുണ്ടെങ്കിൽ വേണ്ടത് ചെയ്യാം. ഏതായാലും അസ്പൃഷ്ടവാര്യധൗതാംഘ്രി സുഷ്വാപവിധിമോഹിത സന്ധ്യായാമുച്ഛിഷ്ട വ്രതകർഷിത ഏകദാസ. ഒരു ദിവസം സന്ധ്യാസമയത്ത് മുടിയൊഴിച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി ഈ ദിതി. ഭഗവാന്റെ സങ്കല്പമാണ്. കാരണം ദേവേന്ദ്രൻ കൊല്ലപ്പെടാൻ പാടില്ല. ദിതിയുടെ മനസ്സ് അതിനൊരു മാറ്റം വരികയും വേണം. ഏതായാലും ദേവേന്ദ്രന് മനസ്സിലായി ഇതാണ് പറ്റിയ സമയം. ദിതേ പ്രവിഷ്ട ഉദരം യോഗേശോ യോഗമായ ശക്തി കൊണ്ട് ദിതിയുടെ ഉദരത്തിൽ കടന്ന് ആ കുഞ്ഞിനെ തലങ്ങും വിരങ്ങും മുറിച്ചു. ശ്രീനിവാസാനുകമ്പയ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കുഞ്ഞ് മരിച്ചില്ല. തന്നെയല്ല, ആ മുറിഞ്ഞു വീണ ഓരോ കഷ്ണവും പുതിയ കുട്ടികളായി മാറി. അങ്ങനെ 49 കുട്ടികളുണ്ടായി. എല്ലാവരെയും ദേവേന്ദ്രൻ പുറത്തേക്ക് കൊണ്ടുവന്നു. അവർക്ക് ദേവലോകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യത്തെ അമൃതബിന്ദുക്കൾ, ആദ്യത്തെ പോളിയോ വാക്സിൻ തുടങ്ങിയത് ദേവേന്ദ്രനാണ്. അങ്ങോട്ട് പോകുമ്പോൾ പ്രത്യേകമായിട്ടുള്ള വാക്സിൻ എടുത്തിട്ട് പോകണം. അങ്ങനെ അതൊക്കെ കൊടുത്തു. തയ്യാറായി ഇങ്ങനെ നിന്നു. ദിതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ പ്രസവം കഴിഞ്ഞു. ഇപ്പൊ വയറ് കാണാനില്ല. പക്ഷെ മുമ്പില് ഒരു വലിയൊരു കള്ളൻ നിൽക്കണ്ട്. പിന്നെ പറയില്ല, ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞതുപോലെ ദേവേന്ദ്രൻ നിൽക്കുന്നുണ്ട്. കള്ളനാണെന്നറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏകസങ്കൽപിത പുത്ര സപ്തസപ്താഭവൻ കഥം യതിദേ വിദിതം പുത്ര സത്യം കഥയമാർഷ. നുണ പറയരുത് ദേവേന്ദ്ര, എന്താ ഉണ്ടായത് എന്ന് പറയൂ. ദേവേന്ദ്രൻ കഥയൊക്കെ പറഞ്ഞപ്പോ അതില് ആ ദിതി ആർദ്രമായി ദിതിയുടെ മനസ്സ്. കാരണം ഏകദേശം 1 വർഷക്കാലത്തോളം ഭഗവാനെ ഭജിച്ചത് കൊണ്ട് ഉള്ളിലുള്ള ചീത്ത വിചാരങ്ങളൊക്കെ മാറിപ്പോയി. ശരി, ദേവേന്ദ്ര പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടികൾ 49 പേരും മരുത്തുക്കൾ എന്ന് അറിയപ്പെട്ടു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. മരുദ്ധി സഹ താം നത്വ, ആ ദിതിയെ നമസ്കരിച്ചിട്ട് ജഗാമ ത്രിദിവം പ്രഭു. ദേവേന്ദ്രൻ വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞു. പിന്നീട് 1 അധ്യായം കൊണ്ട്
പുംസവന വ്രതത്തെക്കുറിച്ച് പറഞ്ഞു. മാർഗശീർഷ മാസത്തിൽ ധനുമാസത്തിലാണ്, ശുക്ലപക്ഷത്തിലാണ് ഇത് ആരംഭിക്കേണ്ടത്. ഭർത്താവിൻ്റെ അനുജ്ഞ വാങ്ങി വെളുത്ത പക്ഷത്തിൽ പ്രഥമ മുതൽ ഇത് ആരംഭിക്കണം എന്ന് പറയുന്നു. ലക്ഷ്മി സമേതനായിരിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ പൂജിക്കേണ്ടത്. അതിനുശേഷം ആ പൂജാവിധികളൊക്കെ പറഞ്ഞു. ഇത് എല്ലാ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും മുഴുവൻ സാധിപ്പിക്കുന്ന വളരെ വിശേഷമായിട്ടുള്ള വ്രതമാണ് എന്നും പറഞ്ഞ് ആ രംഗം അവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി നമുക്ക് സപ്തമസ്കന്ധത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ നിർത്തുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.